കണക്ക് പറഞ്ഞാൽ ഒരു ടൺ മണലിന് 310 രൂപ നിരക്ക്. ഇവിടെ കൊടുക്കുന്നത് ഒരു 400 മണലിന് 7000 രൂപയാണ് നമ്മുടെ ആളുകൾ വാങ്ങുന്നത്. ആ 930 രൂപ വരെ ഒരു ലോൺ മണൽ. പിന്നെ വണ്ടിക്കുള്ളത് 1000 രൂപ മാക്സിമം. ഒരു പഞ്ചായത്തിൽ എങ്ങനെ വരികയാണെങ്കിൽ 2000 രൂപയ്ക്ക് അവർ ഇവിടെ ഭരണസമിതിക്കാരെ. അപ്പൊ ഈ പൈസ ഇവര് കട്ടോട്ട ലീഗാരെ അവർ 1000 500 അവരെ ചെലവ് കള്ളല്ല. ഇവിടെ പകുതിയിലേറെ പൈസ ഓരോ കടവിൽ നിന്നും അവരുടെ ഭരണമായിട്ട് അവരോട് സൂചിപ്പിച്ചു പൈസ തിരിച്ചു കൊടുക്കണം, പൈസ വാങ്ങിക്കരുത്. പാവപ്പെട്ടവരെ ഇവരെല്ലാം മെമ്പർമാരും കൂടി മണൽ വാങ്ങുന്നതിനും അതുപോലെ തന്നെ കരാറുന്ന പൈസ വാങ്ങുന്നതിനൊക്കെ തിരിഞ്ഞാല് യൂത്ത് കോൺഗ്രസ് കയ്യും കെട്ടി നിൽക്കരുത്. അതിന് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇപ്പോൾ വിതരണത്തിന്റെ പൂർണ്ണ അധികാരം സെക്രട്ടറിക്കാണ്, പഞ്ചായത്ത് ബോർഡിനല്ല. ഇതിന് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ സെക്രട്ടറി പഞ്ചായത്ത് ബോർഡിന്റെ ഭരണസമിതിന്റെ സെക്രട്ടറി, ഗവൺമെന്റിനാണ് സെക്രട്ടറി. അത് മനസ്സിലാക്കണം. ഗവൺമെന്റ് ഐഡി പ്രൂഫും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങളുടെ ഐഡി ഇന്നത്തെ ലെക്ചറുടെ ആരാണ് ഉണ്ണി ആരാണ് ഹൈക്കോടതി പോകാൻ മാത്രമേ അത് ഏറ്റവും ഞങ്ങളൊന്നും പോകുള്ളൂ. ആ ലെക്ചറെ ഞങ്ങളൊന്നും പോകുള്ളൂ. ഇന്ന് 30 മാസം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ എഴുതി തന്നാൽ സെക്രട്ടറിക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരാളും രക്ഷിക്കാൻ വേണം. യൂത്ത് കോൺഗ്രസിന് പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് അഴിമതി അന്വേഷണം, അതിൽ പൈസ വാങ്ങിയിൽപ്പെട്ട വാങ്ങിയതിൽ വ്യക്തമായ ധാരണ ഉണ്ട്. അത് ഈ 100 കണക്കിന് പരാതികൾ പരസ്യപ്പെടുത്താൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് സുതാര്യമായ രീതിയിൽ ഗുണഭോക്തൃ ഇവിടെ നിങ്ങളെ പരാതി കിട്ടി. ആ പരാതി പ്രകാരം 3 മണിക്ക് നിങ്ങളെ മീറ്റിംഗ് വിളിച്ചു. ഷാജി അതൊന്നും പറയണ്ട. 3 മണിക്ക് ചർച്ചകൾക്ക് വിളിച്ചു. എന്താ ഞങ്ങളിവിടെ അപേക്ഷ കൊടുക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറിയിക്കണം. യൂത്ത് ആരാണോ പരാതിക്കാരൻ? അല്ല 3 മണിക്ക് ഞാൻ പറയാം. ഷാജി അതോട് കാര്യമില്ല. ചർച്ചക്ക് വിളിച്ചാൽ ചർച്ചക്ക് ഇവിടെ 3 മണിക്ക് നിങ്ങളെ വിളിച്ചാൽ അതിനിവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ ആൾക്കാരിവിടെ ഉണ്ടോ? ഈ പൈസ കൊടുത്ത പാസിന് അപേക്ഷകളുണ്ടോ? 30 അപേക്ഷ അയാളെ കയ്യിലില്ല. അത് കുടുങ്ങും. അത് മലപ്പുറം ജില്ലാ കളക്ടർ ഫ്രാൻസിസ് സാറെ കണ്ടിട്ട് ആ അപേക്ഷകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാം. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കാനോ ഞങ്ങൾ നിങ്ങളെ പ്രകോപനമാക്കാനോ ഒന്നുമില്ല. വളരെ സൗഹാർദ്ദപരമായിട്ട് ഇനി മുതൽ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് എന്ന സംയമനത്തിന്റെ പാതയിലാണ്. കോൺഗ്രസ് എന്ന സംയമനത്തിന്റെ പാത തെറ്റാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മണൽക്കൊള്ള അറിഞ്ഞിട്ടും ഞങ്ങൾ മൗനം പാലിച്ചത് ഇവിടെ നിന്ന് തെറ്റ് തിരുത്തപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റ് ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഗവൺമെന്റ് പറയുന്ന വിലക്ക് പാവപ്പെട്ട ആളുകൾക്ക് ആ അവരുടേതായ കുറഞ്ഞ തുകയ്ക്ക് മണൽ കൊടുക്കാനുള്ള സംവിധാനം വേണം. നിയമപരമായ രീതി ഞാൻ ചെയ്തോളാം. ഇവർക്ക് ഒരു പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും ഇപ്പൊ ഇതിൽ ഒരാള് പോലും ഇടപെടാൻ പാടില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന അവർ ഈ കാര്യത്തിൽ ഇടപെടാം. പൂർണ്ണ അധികാരം ഇലക്ഷൻ വരുന്നവരെ ബഹുമാനപ്പെട്ട സെക്രട്ടറി വളരെ ആലോചിക്കാത്ത ഒരു വിഷയമാണ്. തീരെ ആലോചിക്കേണ്ട. ഞങ്ങൾ ലെഫ്റ്റ് മാത്രം കോടതി പോയാൽ മതി. അറിയാലോ,
അതിന് വകുപ്പില്ലാലോ ഞങ്ങൾക്ക് എഴുതി തരാൻ പോകില്ല. ഒരാൾക്കും നിങ്ങളെ സംശയമില്ല. ഞങ്ങൾ നിയമപരമായിട്ട് ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് പണൽ പാസ് ഞാൻ വിതരണം ചെയ്യാൻ തയ്യാറാണ് എന്ന് എഴുതുന്ന പോരെ. തിങ്കളാഴ്ച തൊഴിലാളികളെ മാത്രം സെക്രട്ടറി ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ചർച്ചയ്ക്ക് കൊടുത്തത് ആരെങ്കിലും കൊടുക്കാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ബസ്സിലാണ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് വന്നത്. ആരോട് പറഞ്ഞ ഇന്ന് കൊടുക്കുന്നു പറഞ്ഞ വിതരണം ചെയ്യും. അതിനൊരു സുതാര്യമായ മാർഗം യൂത്ത് കോൺഗ്രസിന് ബോധ്യപ്പെടുത്തുക എന്നത് ഒരു ഉദ്യോഗ സെക്രട്ടറി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ചർച്ച വെക്കുക. ഇന്ന് കൊടുക്കുക. അതൊരു വെള്ള പേപ്പർ എഴുതി തന്നാൽ എന്താണ് തെറ്റുള്ളത്? ഒരു പ്രശ്നമില്ലല്ലോ. നിയമപരമായി ഞാൻ നിയമത്തിന് അനീതിയായിട്ടോ അക്രമത്തിന്റെ രീതിയിലോ പിന്നെ നിയമം വിട്ടിട്ടോ ഞാൻ ചെയ്തോളാമെന്നോ കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മണൽ കൊടുക്കാന്നല്ലേ എഴുതിയിരുന്നത്. വിതരണം ചെയ്യൂ എന്ന് പറയുന്ന നിലപാടല്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്റെ നിലപാടല്ലേ? അതെന്താ എഴുതിയതിന് മടിയുള്ളത്? ഒരു മടിയില്ലേ? യൂത്ത് കോൺഗ്രസ് എല്ലാ പരമ്പരാഗകൾ പഠിച്ചിട്ടാണ് ഇതിന് അറിഞ്ഞുള്ളത്. അത് എഴുതിക്കോളൂ. നിയമപരമായിട്ട് ചെയ്യാന്നുള്ളത് നിയമപരമായിട്ട് ചെയ്യാതെ ചർച്ചയ്ക്ക് വിളിക്കണം. എന്താ സംഭവങ്ങളുള്ളത്? രണ്ടാമത് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് CB